a rectangle of side 7 centimeter and 4 centimeter. Draw isosceles trapezium of the same area with the following specification. ഫസ്റ്റത്തെ പറയുന്നത് ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ് 9 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 5 സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ വരച്ചപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, ഡയമെൻഷൻ പറയുന്നുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ 7 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 7 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഇനി ട്രപ്പീസിയം ഉണ്ടാക്കണം, ഐസോസെലസ് ട്രപ്പീസിയം. പാരലൽ സൈഡ്സ് 9 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണ്. പാരലൽ സൈഡ് 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 സെൻറ്റിമീറ്റർ ആണ്, മുകളിൽ എന്തായിരിക്കണം 5 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ 7 എന്നുള്ളത് 2 സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്തിട്ട് മുകളിലേക്കാവുണ്ട്. 7 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇതിൽ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക. ഇവിടെ 2 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യുന്നു. അവിടെ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക. ഈ പീസ് നേരെ ഇവിടേക്ക് കൊണ്ടുവച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ പാരലലോഗ്രാമായി മാറും. തിരിച്ചു വെച്ചാലോ, തിരിച്ചു വെച്ച ട്രപ്പീസിയാവും. അപ്പോൾ ഇത് തിരിച്ചു വെക്കണം. തിരിച്ചു വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം. ആ 2 സെൻറ്റിമീറ്റർ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ട്രപ്പീസിയം കിട്ടും. ആ ട്രപ്പീസിയത്തിന് ഇവിടെ ഇപ്പോൾ എത്ര സെൻറ്റിമീറ്ററായി, ഈ 2 സെൻറ്റിമീറ്റർ വന്നതോടുകൂടി ഇത് 9 സെൻറ്റിമീറ്ററായി. ഈ 2 സെൻറ്റിമീറ്റർ പോയതോടുകൂടി ഇവിടെ എത്ര സെൻറ്റിമീറ്ററായി, 5 സെൻറ്റിമീറ്ററായി. ഇനി അടുത്ത ട്രപ്പീസിയത്തിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് നോൺ പാരലൽ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതായത് ഇവിടെ ഇങ്ങനെ ഇവിടെ വരുന്നതാണ് നോൺ പാരലൽ സൈഡ്, ഇത് 5 ആവണം. ഇത് 5 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇവിടെ സെൻറ്റർ വെച്ചിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ എടുക്കുക കോമ്പസിൽ, ഇവിടെ വയ്ക്കുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പീസ് എത്രയായി, 5 സെൻറ്റിമീറ്ററായി. അതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ കോമ്പസ് വയ്ക്കുക, ഇവിടേക്ക് കട്ട് ചെയ്യുക. ഈ ലൈനിലേക്ക് കോമ്പസ് വെച്ചിട്ട് ഇവിടേക്ക് കട്ട് ചെയ്യുക. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ആർക്ക് ഇവിടേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ട്രപ്പീസിയം കിട്ടും. ഇപ്പോൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻ പ്രകാരം ഇവിടെ എത്രയായി, 5 സെൻറ്റിമീറ്ററായി. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ ഐസോസെലസ് ട്രപ്പീസിയം ഡ്രോൺ ബിലോ. ഇപ്പോൾ ഏരിയ കാണാൻ ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിലും ഏത് ട്രപ്പീസിയം ആണെങ്കിലും ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. ഇപ്പോൾ സമ്മ് പാരലൽ സൈഡ്സ് ഇവിടെ ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. ഇതൊരു വാല്യൂ കൊടുത്താൽ മതി. ഹാഫ് ഇൻറ്റു 7 + 3 ഇൻറ്റു പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് 4. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 × 4 വരും. 10 × 4 40/2 എത്ര വരും, 20 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പാരലൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം ആർ 8 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. നോൺ പാരലൽ സൈഡ് 5 സെൻറ്റിമീറ്റർ. ഏരിയ, അതായത് നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മെഷേഴ്സ് പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത്തുകളാണ്. ഒന്ന് 8, ഒന്ന് 4. ഇത് ഈ 4 മിസ്റ്റേക്കാണ്. ഇവിടെ 14 ആണ് ശരിക്ക് മെഷർ, 14 ആണ്, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ 14 ആയി, ഇവിടെ എത്രയായി, 8 ആയി. നോൺ പാരലൽ സൈഡ് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ നമുക്ക് ഏരിയൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ഇൻറ്റു A + B ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഹാഫ് ഇൻറ്റു A + B 8 + 14. ഹൈറ്റ് തന്നില്ല, അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഇവിടെ ലൈൻ ഇടുക, ഇവിടെ ഒരു ലൈൻ ഇടുക. ഇപ്പോൾ ഇവിടെ 7 സെൻറ്റിമീറ്റർ ആയി. 14 8 6 പകുതി ഇവിടെയും കൊടുക്കണം, പകുതി ഇവിടെയും കൊടുക്കണം.
അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് ഓഫ് 25 മൈനസ് 9 റൂട്ട് 16. ഇത് 4 കിട്ടി. ഇക്വേഷൻ കൊടുക്കുക. ഹൈറ്റ് ഇപ്പം എന്ത് കിട്ടി? 4 കിട്ടി. ഇപ്പോൾ 4 കൊടുക്കുക. 1/2 ഇൻറ്റു 22 ഇൻറ്റു 4. അപ്പോൾ 11 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 44 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.